നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചാലക്കുടി മാള കാരൂരിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസം മുട്ടി മരിച്ചു. കാരൂരിലെ റോയൽ ബേക്കറിയുടെ ഡ്രെയിനേജ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികളാണ് മരിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് മധ്യവയസ്കന് പരിക്ക്. പരിക്കേറ്റത് ടാപ്പിംഗ് തൊഴിലാളിയായ വേലുപ്പാടം സ്വദേശിക്ക്. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. മുന്നറിയിപ്പില്ലാതെ അടിപ്പാത നിർമ്മാണത്തിനായി ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ രണ്ടാം ദിനത്തിലും ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ മുക്കുളിയം ഗ്രൗണ്ടിന് സമീപം പ്രവർത്തിച്ചിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്ന ആക്ഷേപം. പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം തുടരണമെന്ന ആവശ്യം ഉയരുന്നു. പാലപ്പിള്ളി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണിയായി. പരാതിയുമായി നാട്ടുകാർ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി മാള കാരൂരിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസം മുട്ടി മരിച്ചു. കാരൂരിലെ റോയൽ ബേക്കറിയുടെ ഡ്രെയിനേജ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികളാണ് മരിച്ചത്. കാരൂർ സ്വദേശി 52 വയസ്സുള്ള സുനിൽകുമാർ, വരദനാട് സ്വദേശി 45 വയസ്സുള്ള ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ടാങ്കിലിറങ്ങിയ രണ്ടുപേരെയും ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആദ്യം സുനിൽകുമാറാണ് ഡ്രെയിനേജിൽ ഇറങ്ങിയത്. സുനിൽകുമാറിന് ശ്വാസം കിട്ടാതെ വന്നതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതോടെയാണ് ജിതേഷും അപകടത്തിൽപ്പെട്ടത്. പിന്നീട് അഗ്നിരക്ഷാ സേന എത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. മാൻഹോൾ മാത്രമുള്ള ടാങ്കിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതിരുന്നതാണ് മരണത്തിന് കാരണമായതെന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളിയായ വേലുപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പാലപ്പിള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനും പരിക്കേറ്റു. സക്കീറിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ എൻ്റെ സൈഡ് പിടിച്ചു പെട്ടെന്ന് സൈഡിൽ നിന്ന് പന്നി പഞ്ചാടി വണ്ടിക്ക് ഇടിച്ചിട്ട്. കൊടകര സർക്കാർ LP സ്കൂളിൽ കഴിഞ്ഞ രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പാചകപ്പുരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ്. ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത്. ഇവർ പ്രധാനാധ്യാപികയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്കൂൾ ബസ് സർവീസ് ബുധനാഴ്ച ഉണ്ടാകില്ലെന്നും കുട്ടികളെ നേരിട്ട് സ്കൂളിലെത്തിക്കണമെന്നും രക്ഷിതാക്കളെ അറിയിച്ചു. പിന്നീടാണ് സ്കൂൾ പാചകപ്പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. പാചകപ്പുര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിൽ ഒന്ന് കാലിയാണ്. രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ്. സ്കൂൾ ബസിന്റെ 3 ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത്. രാവിലെ വിദ്യാലയത്തിൽ തുറക്കാനായിട്ട് വന്ന PTCM അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിൻ്റെ ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു. അതുപോലെ വരാന്തയിൽ, വാഷ് ഏരിയയിൽ, അതുപോലെ സ്കൂൾ ബസിൻ്റെ ഒരു 3 ടയർ കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. അവർ വന്നു. കിച്ചണിൻ്റെ താഴ് തുറന്നിട്ടില്ല.
അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ മുളക് പൊടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കിച്ചണിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ 2 സിലിണ്ടറുകളും കാണുന്നില്ല. CI PK ദാസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാചകപ്പുരയുടെ പരിസരത്ത് നിന്ന് ഓടിയ പോലീസ് നായ തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലെയും കടന്ന് പുറകുവശത്തുള്ള സ്റ്റേഡിയത്തിലാണ് ചെന്ന് നിന്നത്. പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയതെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ഒന്നിലേറെ ആളുകളുള്ളതായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിന് പുറകിൽ മോഷണമാണോ മറ്റു വല്ല ഉദ്ദേശവുമാണോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നു. പാചകപ്പുരയുടെ താക്കോൽ സാമൂഹ്യ വിരുദ്ധർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച ശേഷം പാചകപ്പുര താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. സ്കൂളിന്റെ മുൻവശത്തും വലതുവശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിരുന്നതിനാൽ പുറകുവശത്തുകൂടിയാകാം സാമൂഹ്യ വിരുദ്ധർ എത്തിയതെന്നാണ് കരുതുന്നത്. തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും സമീപത്തുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. മുന്നറിയിപ്പില്ലാതെ അടിപ്പാത നിർമ്മാണത്തിനായി ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ 2ാം ദിനത്തിലും ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ബുധനാഴ്ച രാവിലെയും വലിയ വാഹനനിരയായിരുന്നു. രാവിലെ KSRTC സ്റ്റാൻഡ് വരെയും വാഹനനിര നീണ്ടു. ചൊവ്വാഴ്ച രാത്രിയിലും വലിയ വാഹനനിരയുണ്ടായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത തടഞ്ഞ് സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിച്ചതോടെയാണ് ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്കുണ്ടായത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മുതലാണ് നേരത്തെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് അറിയിച്ചതെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ചൊവ്വാഴ്ച തന്നെ അടിപ്പാത നിർമ്മാണത്തിനായി സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ചൊവ്വാഴ്ച വൈകിട്ട് പുതുക്കാട് സിഗ്നലും കടന്ന് മുപ്ലിയം റോഡ് വരെ വാഹനനിര നീണ്ടു. 15 മിനിറ്റോളം ഗതാഗത കുരുക്കിൽപ്പെട്ടാണ് വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്റർ പിന്നിട്ടത്. വൈകിട്ട് 5 മണിക്ക് ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണത്തിന്റെ പേരിൽ ദേശീയപാതയിലെ ഗതാഗതം സർവീസ് റോഡിലേക്ക് നിയന്ത്രിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. സർവീസ് റോഡിന്റെ നിർമ്മാണം തുടരുന്നതിനിടെയാണ് ദേശീയപാതയിലെ മധ്യഭാഗം പൊളിച്ചു തുടങ്ങിയത്. വീതി കുറഞ്ഞ സർവീസ് റോഡിന് താങ്ങാവുന്നതിലും അധികം വാഹനങ്ങളാണ് എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് അപ്രതീക്ഷിതമായി കരാർ കമ്പനി വാഹനങ്ങളും യന്ത്രങ്ങളും എത്തിച്ച് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് റോഡ് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയുമായിരുന്നു. 100 കണക്കിന് വാഹനങ്ങളാണ് അപ്രതീക്ഷിത ഗതാഗത നിയന്ത്രണത്തെ തുടർന്നുള്ള കുരുക്കിൽപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയിൽ മുന്നറിയിപ്പില്ലാതെ കൊണ്ടുവന്ന നിയന്ത്രണം ഗതാഗതത്തെ കാര്യമായി ബാധിക്കുമെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് കൂടാനാണ് സാധ്യത. NHAIയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള വിഷയമായതിനാൽ പോലീസിന് ഇടപെടുന്നതിനും പരിധിയുണ്ട്. വിഷയം ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും SHO V സജീഷ് കുമാർ പറഞ്ഞു. ഇതിനിടെ അപ്രതീക്ഷിതമായും അശാസ്ത്രീയമായും അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതിനെതിരെ KK രാമേന്ദ്രൻ MLAയും ശക്തമായി രംഗത്തെത്തി. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത വെട്ടിപ്പൊളിച്ചതിനെ തുടർന്നുണ്ടായ വൻ ഗതാഗത കുരുക്ക് NHAIയുടെ വലിയ വീഴ്ചയാണെന്ന് KK രാമേന്ദ്രൻ MLA ആരോപിച്ചു. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ, കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ വിവരമറിയിച്ചതായും MLA പറഞ്ഞു. വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നും MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് ജില്ലാ ഭരണകൂടം നടത്തിയ യോഗങ്ങളിൽ NHAI നൽകിയ ഉറപ്പിന്റെ ലംഘനമാണെന്നും MLA അറിയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ മുപ്ലിയം ഗ്രൗണ്ടിന് സമീപം പ്രവർത്തിച്ചിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്ന് ആക്ഷേപം. കാലപ്പഴക്കം മൂലം ബലക്ഷയം ബാധിച്ച കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം തുടരണമെന്ന ആവശ്യം ശക്തമാകുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 14-15 വാർഡുകളിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് അടഞ്ഞുകിടക്കുന്നത്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവെപ്പും മരുന്നു വിതരണവും ഇവിടെ നടന്നിരുന്നു. അരനൂറ്റാണ്ടിലേറെക്കാലം ഇവിടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ KG രവീന്ദ്രനാഥ് പറഞ്ഞു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഘടക സ്ഥാപനമാണ് ഈ ഹെൽത്ത് സെൻറ്റർ. ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ഈ കുട്ടികളും അതുപോലെ തന്നെ ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുത്തിരുന്നൊരു സ്ഥലമായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം കാരണം പഞ്ചായത്ത്
അസിസ്റ്റന്റ് എഞ്ചിനീയർ അത് ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാസങ്ങളോളമായിട്ട് ഇവിടെ കുത്തിവയ്പ്പും കാര്യങ്ങളൊന്നുമില്ല. ബലക്ഷയം ബാധിച്ച് തകരാറിലായിരിക്കുന്ന കെട്ടിടത്തിന്റെ ചുറ്റും പാഴ്ചെടികൾ വളർന്ന് കാടുപിടിച്ച അവസ്ഥയിലാണ്. ചുമരുകളിൽ പലയിടത്തും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മേൽക്കൂരയും ചിതലെടുത്തു തുടങ്ങിയിരിക്കുന്നു. മോട്ടോർ കണക്ഷനുള്ള കിണറും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ചുറ്റുമതിലും പലയിടത്തും തകർന്നു കിടക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഇത് പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രതിരോധ കുത്തിവയ്പ്പിനും മരുന്നുകൾക്കുമായി ഇവിടെ എത്തുന്നവർ ഇപ്പോൾ ഉപ്പുഴിയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. പുതിയ കെട്ടിടം നിർമ്മിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നാശോന്മുഖമായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിത് വരന്തരപ്പള്ളിയിലെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് സമീപത്തുള്ള വാർഡുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഗുണഭോക്താക്കൾക്കും സർക്കാരിനോടും അധികാരികളോടും ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പാലപ്പിള്ളി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. വള്ളിപ്പടർപ്പും പുല്ലുകളും വളർന്നു നിൽക്കുന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് അപകടഭീതിയിലായിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനിടയുള്ളതിനാൽ കാടുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാലപ്പിള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള വഴിയിലെ കാട് പൂർണ്ണമായി നീക്കം ചെയ്ത് യാത്രക്കാർക്ക് ഭയം കൂടാതെ സഞ്ചരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കൊടകര സെക്ഷൻ PWD AEക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചമ്മനാടൻ പരാതി നൽകി. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മേഖലാ പ്രസിഡന്റ് മാർട്ടിൻ പേരേക്കാടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സൂര്യകുമാർ മുഖ്യാതിഥിയായി. മേഖലാ സെക്രട്ടറി ഷിജോ മൂക്കാട്ട്, മേഖലാ ജനറൽ സെക്രട്ടറി സൈജു പനംകുളം, മേഖലാ ട്രഷറർ ഡെൽഫിൻ കോലഴി, ജില്ലാ പ്രസിഡന്റ് ബൈജു ചാലിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് മുതുവറ, ജില്ലാ ട്രഷറർ രാജു കാളിയങ്കര, മേഖലാ സഹായനിധി ചെയർമാൻ TP ബാബു എന്നിവർ പ്രസംഗിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വതന്ത്ര പ്രസ്ഥാനമായ നിങ്ങളുടെ പുതുക്കാട് മേഖലാ സമ്മേളനത്തിന് ആദ്യമായി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സംഘടന നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ഈ ചെറിയ കാലഘട്ടത്തിനിടയിൽ ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ തന്നെ ചെറിയൊരു അപകടം സംഭവിച്ചെങ്കിൽ കൂടി അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിരുന്നെല്ലാം മുക്തി നേടി. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഒതുങ്ങി കൂടാവുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ നമുക്ക് വരുമായിരിക്കും. അർഹമായ ബോണസ് ആവശ്യപ്പെട്ട് ഓട്ടു കമ്പനി തൊഴിലാളികൾ നടത്തിയ സൂചനാ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി പൂച്ചിന്നിപ്പാടത്ത് പ്രതിഷേധ യോഗം നടത്തി. ജില്ലാ ഓട്ടു കമ്പനി തൊഴിലാളി യൂണിയൻ AITUC സെക്രട്ടറി PG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 3-ാം തീയതി ജില്ലാ ലേബർ ഓഫീസർ നടത്താനിരിക്കുന്ന അനുരഞ്ജന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ സംയുക്ത സമരസമിതി നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരം മാറ്റിവെച്ചതായി അദ്ദേഹം അറിയിച്ചു. യോഗത്തിൽ KM അക്ബർ അധ്യക്ഷനായിരുന്നു. ബോണസായാലും ആനുകൂല്യങ്ങളായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സംഘർഷഭരിതമായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് തകച്ചു വളർന്നുന്ന ഒരു വ്യവസായം എന്ന രൂപത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തെ MLA മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഊരാംകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ,
CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. 2 പതിറ്റാണ്ടിലേറെ കാലമായി കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും ആവശ്യപ്പെടുന്ന ഒറിജിനൽ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് പകരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള യൂണിഫൈഡ് പെൻഷൻ പദ്ധതി വാർദ്ധക്യകാല സുരക്ഷ ഇല്ലാതാക്കുമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. പുതുക്കാട് നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, PV ശാർങ്കൻ, K സുകുമാരൻ, ഫ്രാങ്കോ G മഞ്ഞളി, K സദാനന്ദൻ, PV പത്മനാഭൻ, വർക്കി കുറ്റിയാറ, MG തോമസ്, AV ജോൺസൺ, P മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ പൂരം കലക്കൽ സംഭവം മന്ത്രിസഭാ യോഗത്തിൽ ശക്തമായി ഉന്നയിച്ച് റവന്യൂ മന്ത്രി K രാജൻ. പൂരം കലക്കൽ വിവാദത്തിന്റെ ഗൗരവം അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തെക്കാൾ കൂടിയെന്ന് ADGPക്കും പോലീസുകാർക്കുമെതിരെ ശക്തമായ നടപടി മന്ത്രി ആവശ്യപ്പെട്ടു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് രാജൻ വിമർശനം ഉന്നയിച്ചത്. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയ്ക്കായി കാത്തിരിക്കണമെന്നായിരുന്നു ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടകര യൂണിറ്റ് സമ്മേളനം കൊടകരയിൽ നടത്തി. യോഗം മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ TV ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ രമേശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ CG ടൈറ്റസ് മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി ഷൈജു ഇമാജിനേഷൻ, മേഖലാ ട്രഷറർ ജീവൻ ലോറൻസ്, ജില്ലാ സ്പോർട്സ് ചെയർമാൻ ഷിജു പന്തല്ലൂർ, യൂണിറ്റ് ഇൻചാർജ് സജി പൗലോസ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഐശ്വര്യ, PB അരുൺ, ജയിൻ ബേബി, TS പ്രവീൺ, MS സുബിത എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് ജയിൻ ബേബി, സെക്രട്ടറി PB അരുൺ, ട്രഷറർ രാഹുൽ രമേശ് എന്നിവരെ തെരഞ്ഞെടുത്തു. വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 7060 രൂപയും പവന് 450 രൂപ വർദ്ധിച്ച് 56,450 രൂപയുമായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5840 രൂപയായി. പശ്ചിമേഷ്യയിൽ ആക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് വിലവർധന ക്രമാതീതമായി വർദ്ധിക്കുന്നത്. യുദ്ധ ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ സ്വർണത്തിൽ വൻ നിക്ഷേപങ്ങൾ കൂടും. ഉടൻ ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വിലവർധനവ് തുടരും. മാത്രമല്ല, വരും ദിവസങ്ങളിൽ തന്നെ അന്താരാഷ്ട്ര സ്വർണ്ണവില 2700 കടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഇന്ത്യൻ സിനിമയുടെ സംഗീത മാധുര്യം SP ബാലസുബ്രഹ്മണ്യം ഓർമ്മയായിട്ട് 4 വർഷങ്ങൾ. 2020 സെപ്റ്റംബർ 25-നായിരുന്നു സംഗീത ലോകത്തെ വിഷാദത്തിലാഴ്ത്തി SPB നമ്മെ വിട്ടുപിരിഞ്ഞത്. മാസ്മരിക ശബ്ദത്താൽ സംഗീത പ്രേമികളുടെ മനസ്സു കവർന്ന ഗായകനാണ് SP ബാലസുബ്രഹ്മണ്യം. എന്നാൽ ഗായകൻ എന്ന വിശേഷണത്തിൽ മാത്രം ഒതുക്കാവുന്ന വ്യക്തിത്വമല്ല SPBയുടേത്. സർവകലാ ബല്ലഭൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന പ്രതിഭയായ SPB സംഗീത സംവിധായകൻ, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സീരിയൽ അഭിനേതാവ്, ടെലിവിഷൻ അവതാരകൻ, റിയാലിറ്റി ഷോ ജഡ്ജ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 16-ലധികം ഭാഷകളിൽ പാടിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ തുളുവും സംസ്കൃതവും വരെ ഉൾപ്പെടും. 40,000-ൽ-അധികം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തു വന്നു. ഒരു ദിവസം ഏറ്റവും അധികം പാട്ടുകൾ പാടി റെക്കോർഡിട്ടു. SPBയുടെ സംഗീതം ആദ്യം മനസ്സിലേക്കെത്തുക കേളടി കൺമണി എന്ന ചിത്രത്തിലെ മണ്ണിൽ ഇന്ത കാതൽ എന്ന് തുടങ്ങുന്ന ഗാനമാവും. ഭൂമിയിൽ പ്രണയമുള്ള കാലത്തോളം ആഘോഷിക്കപ്പെട്ടേക്കാവുന്ന മാജിക്കൽ സ്വഭാവമുള്ള മണ്ണിൽ ഇന്ത കാതൽ എന്ന ഗാനം SPBയുടെ കരിയറിലെ ഏറെ ആഘോഷിക്കപ്പെട്ട പാട്ടുകളിലൊന്നുകൂടിയാണ്. ശങ്കരാഭരണത്തിലെ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ പാട്ടുകൾ SPBക്ക് ദേശീയ അവാർഡും നേടിക്കൊടുത്തു. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാതെയാണ് ശങ്കരാഭരണത്തിലെ ശാസ്ത്രീയ ഗാനങ്ങളെല്ലാം SPB പാടിയത് എന്നതാണ് മറ്റൊരു വിസ്മയം. 1969-ൽ പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഈ കടലും മറുകടലും എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് SP ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. റാംജി റാവു സ്പീക്കിംഗ്, കിലുക്കം, ഗാന്ധർവം, ഡാർലിംഗ് ഡാർലിംഗ്, ദോസ്ത്, CID മൂസ, അനശ്വരം തുടങ്ങി മലയാള ചിത്രങ്ങളിൽ ഗാനം ആലപിച്ചു. 2001-ൽ പത്മശ്രീയും 2011-ൽ പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസറായി PP സന്ധ്യയെ തെരഞ്ഞെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് PP സന്ധ്യ.
കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST ഫിസിക്കൽ സയൻസ് തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടത്തും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകണം. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ ടൈം മിനിയൽ തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ തിങ്കളാഴ്ച രാവിലെ 11:30 രേഖകളുമായി സ്കൂൾ ഓഫീസിൽ വെച്ച് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തിൽ നടപ്പിലാക്കുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിന് ട്രയൽസ് നടത്തുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ള 2010, 2011, 2012 വർഷങ്ങളിൽ ജനിച്ച ആൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. കുട്ടികളുടെ വയസ്സ് തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവ സഹിതം ഒക്ടോബർ 8, 9, 10 തീയതികളിൽ പുതുക്കാട് സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 6:30 മുതൽ 7:30 വരെ നടത്തുന്ന ട്രയൽസിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,450 രൂപ. റിട്ടയർഡ് അധ്യാപകൻ നന്ദിപുരം കുമരഞ്ചിറ മഠത്തിൽ കെ മുകുന്ദൻ കർത്ത അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റിട്ടയർഡ് അധ്യാപിക VM പത്മിനിയാണ് ഭാര്യ. VM നാരായണൻ, ഉഷ നന്ദകുമാർ, രാജം നിർമ്മൽകുമാർ, പരേതനായ VM അനിൽകുമാർ എന്നിവർ മക്കളും. ഇന്ദു നാരായണൻ, KV നന്ദകുമാർ, K നിർമ്മൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി കലവറക്കുന്ന് ചിറ്റിലപ്പള്ളി കോക്കാടൻ അന്തോണി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലോനപ്പൻ, ആനി എന്നിവർ മക്കളും. അൽഫോൺസ, ജോൺസൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചാലക്കുടി മാള കാരൂരിൽ ഡ്രൈനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. കാരൂരിലെ റോയൽ ബേക്കറിയുടെ ഡ്രൈനേജ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികളാണ് മരിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് മധ്യവയസ്കന് പരിക്ക്. പരിക്കേറ്റത് ടാപ്പിംഗ് തൊഴിലാളിയായ വേലുപ്പാടം സ്വദേശിക്ക്. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. മുന്നറിയിപ്പില്ലാതെ അടിപ്പാത നിർമ്മാണത്തിനായി ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ 2ാം ദിനത്തിലും ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ മുപ്ലിയം ഗ്രൗണ്ടിന് സമീപം പ്രവർത്തിച്ചിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്ന ആക്ഷേപം. പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം തുടരണമെന്ന ആവശ്യം ഉയരുന്നു. പാലപ്പിള്ളി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണിയായി. പരാതിയുമായി നാട്ടുകാർ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.